നമ്മുടെ ആരാധന വർഷത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ചാക്രികമാണ്, സൈക്ലിക്കാണ്. ഈ ഒരു കൂദോഷിത്തയിൽ തുടങ്ങി അടുത്ത കൂദോഷിത്തയിൽ വന്നെത്തി പിന്നെയും ഒരു കൂദോഷിത്തയിലേക്ക് യാത്ര ചെയ്യുന്ന ആരാധന ക്രമങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പറയും, ഈ കൂദോഷിത്ത ഇല്ലെങ്കിൽ അടുത്ത കൂദോഷിത്തോ? തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. അടുത്ത നോമ്പ് നോക്കുവാൻ, നോമ്പുണ്ട് സംശയമില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ നോമ്പ് നോക്കുവാൻ ഞാനും നിങ്ങളുമുണ്ടോ എന്നുള്ളതാണ് സംശയം. ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ വസ്തുതയും അത് തന്നെയാണ്. നോമ്പ് എല്ലാ വർഷവും നമുക്ക് മുമ്പിൽ കടന്നു വരും. എങ്കിലും ആ നോമ്പ് നോൽക്കുവാൻ ഞാനുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രിയമുള്ളവരെ, ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം പഠിക്കുന്നൊരു സത്യമാണ്. അതുകൊണ്ടാണ് താലന്തുകൾ ലഭിച്ച 3 ദാസന്മാരെ പറ്റി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തവനോട് 5